എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വീക്കെൻഡിനും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്നുണ്ടാക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എഗ് നോളി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മുട്ടയിൽ നിന്ന് ബുൾസൈ ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് കറി വെക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് പാൻ വെച്ച് ചൂടാക്കാം. എന്നിട്ടിത് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോ ബുൾസൈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടെടുക്കാം. നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബുൾസൈ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എഗ് നോളി ഉണ്ടാക്കാൻ തുടങ്ങാം. ആയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അതിട്ട് കൊടുക്കാം. ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിടും. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിടാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും അവരവരുടെ എരിവിനനുസരിച്ചിടാം. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാനൊരു ചെറിയ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടയൊന്നും വേണ്ട, ഒരുവിധം ഒന്ന് കോട്ടായാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2-ാം പാലുണ്ട്. അപ്പോൾ ഇത് ഒരു മുറി തേങ്ങയുടെ പാലെടുത്താണ്. അപ്പോൾ അത് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ 2-ാം പാൽ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളക്കരുത്, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബുൾസൈ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് നോളി. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പം ഞങ്ങൾ പോയി ഇത് ചപ്പാത്തി കൂട്ടി കഴിക്കട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.